എവിടാ എന്നത് ബീച്ച് എവിടാ? ഇതൊരു ബീച്ച് ആടോ. പേരിൽ ബീച്ച് ഉള്ളതുകൊണ്ട് ഇത് ബീച്ച് ആവത്തില്ല. ബീച്ചിന്റെ മലയാളം എന്നാന്നറിയോ? തീരം, കര, അതൊക്കെയാ. കടൽ തീരത്തിനാണ് ബീച്ച്. നിങ്ങളുടെ പ്രശ്നമാണ്, നിങ്ങൾ സാധനം ഷൂട്ട് ചെയ്താൽ പോരെ. ഇത് കടൽ തന്നെ വേണമെന്നുണ്ടോ? ഇവിടെ മാറ്റി എഴുതാനായിട്ട് ഇവിടെ റൊമാൻറ്റിക് ആയിട്ട് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ എറണാകുളത്ത് മറൈൻ ഡ്രൈവ് ഷൂട്ട് ചെയ്താൽ പോരെ. അത് വരുമ്പോഴത്തേക്ക് എനിക്ക് ഇന്ന മീൻ അപ്പൊ തന്നെ ചുട്ടു കൊടുക്കുക. എന്റെ മനസ്സിലായി ഒരു വർക്കല ബീച്ചാണ്. പറക്കല പോണം. അതിന് വേണ്ടിയിട്ട് പുള്ളിയുടെ ഓരോ ഉടായ്പ നടത്തിക്കൊണ്ടിരിക്കുക പുള്ളി. എന്റെ മനസ്സിൽ ഗോവയായിരുന്നു പറ്റത്തൊന്ന്. ഇത്രയും സെറ്റപ്പ് സ്ഥലമുള്ള ഞങ്ങളവിടെ ഉണ്ടായിരുന്നു. ഞാൻ എന്നും വ്യായാമത്തിന് വന്നാണ്. സ്ഥലമില്ലാത്ത കാരണമാണ് ഞാൻ പോകാത്തത്. ജിമ്മിൽ പോകുമ്പോഴോ? കാശ് കൊടുത്ത് ജിമ്മിൽ പോയിട്ട് പറ്റാഞ്ഞിട്ട് വീട്ടിൽ വന്നിരിക്കുന്ന ആളാണ് ഈ പറയണത്. ജിമ്മ് ശരിയല്ല, ആശ ശരിയല്ല. ആശാന്റെ പ്രശ്നം. ഒരു മാസം പോയിട്ട് എനിക്ക് വലിയ വ്യത്യാസമൊന്നും വന്നില്ല. അതുകൊണ്ട് ഞാൻ നിർത്തി. എനിക്ക് അതോട് വിശ്വാസമില്ല. ഇനി അതിൽ കയറണമായിരിക്കും. അത് സ്ക്രിപ്റ്റിന്റെ ഭാഗമായിരിക്കും. ഇവിടെ ആണെങ്കിൽ ആ KTDCയിലൊക്കെ പോയി എന്തെങ്കിലും കഴിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇത് എനിക്ക് മനസ്സിലായി. ഇതിനാണ് ഇവിടെ ഫിക്സ് ചെയ്തത്. അത് ആ പരിപാടി പറ്റിയ ഏത് ഫുഡ് അടിക്കാൻ പരിപാടി. അതിനെ അവിടെ കണക്കില്ല തന്നെ. അത് അതല്ല നിങ്ങൾ ഇവിടെ തന്നെ പിടിക്കാൻ. രാവിലെ എത്ര മണിയാ ഇപ്പൊ? ഇനി അത് എന്റെ തലയ്ക്ക് സമയം ഇപ്പൊ എത്ര മണിയാ? 7:30. 7:30. 7:30 തുറക്കൂലല്ലോ. ഇനിയിപ്പോ അതേ പിടിച്ചു തോന്നുന്നു. അത് നല്ലൊരു പരിപാടിയായിരുന്നു. എന്നത് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ബോട്ട്. അതുകൊണ്ടാണോ മിണ്ടാതെ പോണം? യെസ്. ബഹളമൊന്നുമില്ല. ആദ്യം ഇന്ത്യയിലാണോ ലോകത്തിലാണ്? ഇന്ത്യാസ് ഫസ്റ്റ്. ഇന്ത്യാസ് ആണോ? ഇന്ത്യാസ് ഫസ്റ്റ് സോളാർ ഫെറി. ഇവിടെയാണ് മറ്റേ RDXന്റെ ഫൈറ്റ് ഷൂട്ട് ചെയ്തത്. ഓ, ഇവിടെ ആയിരുന്നല്ലേ? അതെനിക്കൊരു പുതിയ അറിവാണ്. ഷോട്ട് കണ്ടറിയാലോ. ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ല. ഒരുപാട് സിനിമകളുണ്ടല്ലോ വൈക്കം ബേസ് ചെയ്തിട്ടുള്ള. എന്നും പറഞ്ഞ് നമ്മുടെ ഷോർട്ടിലൂടെ കിട്ടുന്നുണ്ട്. കാരണം നമ്മുടെ ഷോർട്ട് ഫിലിമിൽ കഥ ഡിമാൻഡ് ചെയ്യുന്നില്ല. കഥ ഡിമാൻഡ് ചെയ്യാത്ത ഒരു പരിപാടിക്കും ഞാനില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ബീച്ച് നോക്കണം. വേറെ ഒരു അടുത്ത ബീച്ചിലേക്ക് നമുക്ക് ഇവിടുന്ന് മറക്കല നടക്കില്ല. മറക്കല വേണ്ട. ഇപ്പം നമുക്ക് ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ബീച്ച് നോക്കിയിട്ട്. പ്രൊഡ്യൂസർ പറ, ഏതാണ് അടുത്തുള്ള ബീച്ച്? അങ്ങനെയാണെങ്കിൽ അടുത്ത 2 ബീച്ചുണ്ട്. ഞാൻ പോയി കളയാം. വൈക്കം ഒരുപാട് പ്രത്യേകതകളുള്ള സ്ഥലം കേട്ടോ. മമ്മൂട്ടിയുടെ നാട്, വൈക്കം ബഷീറിൻ്റെ നാട്, മുഹമ്മദ് ബഷീറിൻ്റെ നാട്. അതുപോലെ തന്നെ വൈക്കം സത്യാഗ്രഹം മ്യൂസിയം. പിന്നെ വൈക്കത്ത് അഷ്ടമി. അതറിയാത്ത മലയാളികളുണ്ടോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. വളരെ ചുരുക്കമായിരിക്കും. വൈക്കത്ത് അഷ്ടമി അറിയാത്ത മലയാളികളുണ്ടായിരുന്നത് വളരെ ചുരുക്കാമെന്ന് എനിക്ക് തോന്നണേ. ഇല്ല, അറിയാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. കാണുമായിരിക്കും വൈക്കത്ത് അഷ്ടമി. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും അമ്പലം കാണാൻ പറ്റുമെന്ന് അറിയാൻ പറ്റില്ല. നോക്കിയടാ. ഇല്ല, ആ അമ്പലത്തിൻ്റെ അവിടുന്ന് ഈ ജെട്ടി വരെ ആൾക്കാരാ തിങ്ങി നിറഞ്ഞ്. അത് കണ്ടാലേ മനസ്സിലാവുള്ളൂ. അതിന്റെ ഇമ്പാക്ട് കൊടുക്കണം. നമുക്ക് അഷ്ടമിയുടെ ഒരു സമയം ഈ റോഡിന്റെ 2 സൈഡിലും കച്ചവടക്കാർ വന്ന് നിറഞ്ഞ്. അഷ്ടമിയുടെ സമയത്ത് നമുക്ക് ആ ഷൂട്ട് ചെയ്യാൻ വരാം. അപ്പോൾ അത് മനസ്സിലാവും. അത് പറഞ്ഞു കൊടുത്താൽ ആ ഇമ്പാക്ട് എത്രത്തോളം മനസ്സിലാവും. നീ കണ്ടിട്ടുണ്ടോ വൈക്കത്ത് അഷ്ടമി? അപ്പോൾ ഇനി അടുത്ത ഘട്ടം ഫുഡ് കഴിക്കാം. അപ്പോൾ വൈക്കത്തുള്ള ഇന്ത്യൻ കോഫി ഹൗസിലാണ്. വാരിക്കോരി ചിലവൊക്കെ പ്രൊഡ്യൂസർ എന്നാ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞു, മേടിച്ച് കഴിച്ചു. അവസാനം പ്രൊഡ്യൂസർ അല്ലല്ല, അതൊക്കെ പണ്ട്. ഇപ്പം ഇത് റിനോവേറ്റ് ചെയ്ത് സെറ്റപ്പ് ആക്കി കോഫി ഹൗസാണ്. അതിൽ ഇപ്പം അവൻ ചോദിക്കണം, അവൻ്റെ മനസ്സിലുള്ള സാധനം ഇവിടെ ഉണ്ടെന്ന് നിർബന്ധമൊന്നുമില്ല. വാരിക്കോരി കിട്ടുന്ന സാധനം മേടിച്ച് കഴിച്ചോളാന്നാണ് പറഞ്ഞത്. വൈക്കത്ത് വരുമ്പോഴത്തേക്കും ട്രൈ ചെയ്യണം. നല്ലതായിരിക്കും. ഫുഡും കൂടെ നോക്കാം, ക്വാളിറ്റി കൂടെ നോക്കാം. ഞങ്ങൾ കഴിഞ്ഞ പണ്ട് പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ ഭയങ്കര വൃത്തികേടാക്കിയിട്ട് സാധാരണ ഒരു ലോക്കൽ ചായക്കടയൊക്കെ അത്രേ ഉള്ളൂ. കുറെ നാൾ അടച്ചിട്ടേക്ക് വരാം. അപ്പൊ ഞാനവിടെ നിർത്തി കാണുമോ? അഷ്ടമി വരുമ്പോഴത്തേക്ക് ഇവർക്ക് താങ്ങാൻ പറ്റാത്തത്ര തിരക്ക് വരും. അപ്പോൾ അതുകൊണ്ട് ഇത് റിനോവേറ്റ് ചെയ്ത് ഇത്ര സെറ്റപ്പ് ആക്കിയതാണ്. അല്ല, ഇതിൻ്റെ ഡിസൈൻ നോക്കി നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തേക്കണേ. കൂടുതൽ ഡൈനിങ് മറ്റേ ടേബിള്
കൂടുതൽ ഉൾക്കൊള്ളിക്കുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തേക്കണേ. സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഒന്ന് അംഗീകരിക്കാൻ നമുക്ക് മേടിക്കാലോ. ഞങ്ങൾക്കുണ്ടല്ലോ, ഞങ്ങളുടെ ഇഷ്ടമുള്ള ഉണ്ടായിരുന്നോ? പിന്നെ ഇഡലി ഇല്ലാത്തൊരു താങ്കൾ ഇഡലി ഫാനാണോ? ഇഡലിയാണ് ഞാൻ കൂടുതൽ. ഇഡലിയാണ് പുള്ളിയുടെ ബുദ്ധിയുടെ രഹസ്യം. പക്ഷെ എനിക്ക് ബുദ്ധിജീവിയുടെ ബുദ്ധിയുടെ രഹസ്യം ഇഡലിയാണ്. പക്ഷെ എനിക്ക് ഇന്ത്യൻ കോഫി ഹൗസ് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ കോഫി ഒന്നുമല്ല, ഏതൊരു വെജ് റെസ്റ്റോറൻറ്റ് ചെന്നാലും ഈ പൂരി ഭയങ്കര ഇഷ്ടം. പൂരി എനിക്കിഷ്ടമാണ്. ഞാൻ മാക്സിമം പൂരിയൊക്കെ പ്രിഫർ ചെയ്യണം. പക്ഷെ പണ്ട് പോലെ കഴിച്ച് അതൊരു ഇതായി, അതിനൊരു സുഖമില്ല എപ്പോഴും അത് കഴിച്ചാൽ. പിന്നെ ഭയങ്കര ലൈറ്റ് പെട്ടെന്ന് പിന്നെ വിശക്കാൻ തോന്നും ദോശ കഴിച്ച്. ദാറ്റ്സ് പോയിന്റ്. അതെ, ഇതെന്താണെന്നറിയോ, ഇപ്പൊ ദോശ കഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് ബോംബെ ടോസ്റ്റ് അല്ലേ? അന്ന് കഴിച്ചില്ലേ? അങ്ങനെ മധുരം കട്ട്ലേറ്റ് ഉണ്ടോ രാവിലെ? കട്ട്ലേറ്റ് കാണൂല. അങ്ങനെ ചായയോടെ കട്ട്ലേറ്റ് ഇട്ടിട്ടില്ല. കാണുമായിരിക്കും, മേടിക്കാമോ? മേടിക്കണം. പൂരി കുറഞ്ഞുകൊണ്ടാന്ന് തോന്നുന്നു ഇത്രയും ലേറ്റ് ആണ്. ഗോവയിലെങ്ങാനും ആയിരുന്നുള്ള അവസ്ഥയാണ്. പെട്ടെന്ന് വരും. എനിക്കൊരു ഫിൽറ്റർ കോഫി വേണം വിത്തൗട്ട്. ആ വട വെച്ചിട്ടുണ്ട് നമുക്ക്. ആ നിങ്ങൾക്കുണ്ടോ വട? ബ്ലാക്ക് കോഫി. ഒരു ബ്ലാക്ക്. എനിക്കൊരു ഫിൽറ്റർ കോഫി ഇല്ലേ വിത്തൗട്ട്? എനിക്ക് ചായ എല്ലാവരും പ്രൊഡ്യൂസർ എന്താ വിത്തൗട്ട് അടിക്കുന്നത്? ഞാൻ ഹെൽത്തി ആയിട്ട് കഴിക്കാറുണ്ട്. അല്ല കൊള്ളാം. ആ ചുമന്ന മസാല. അപ്പൊ ഞങ്ങൾ ഇവിടുത്തെ ബീട്രൂട്ടിന്റെ ഒരു ബീട്രൂട്ട് ഒരു ഐഡന്റിറ്റി. ഞാനത് തീർത്തിട്ടത് അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് വരാം. ഓക്കെ, വിശപ്പൊക്കെ മാറിയല്ലോ. ആശുപത്രി മേടിച്ച് കഴിച്ചോ? ഇനി അവസാനം പ്രൊഡ്യൂസർ മേടിച്ചു തന്നില്ല എന്നൊന്നും പറയരുത്. ഞാൻ സാധാരണ 6 പൂരി വരെ കഴിക്കണം, 3 പൂരി. ഇത് ആരെങ്കിലും കൈ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നോ? കഴിക്കത്തില്ലായിരുന്നോ? വേണ്ട, ഇനിയിപ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യാനുള്ളൂ. എന്തായാലും ഇങ്ങോട്ട് വർക്കല ബീച്ചോ? അതിലെന്തോ ഒരു ധ്വനി ഒളിഞ്ഞിരിപ്പില്ലേ? വർക്കല ബീച്ചൊന്നുമല്ല, മാരാരിക്കുളം ബീച്ച്. ശ്രദ്ധ തെറ്റിച്ചിട്ടേ റൂട്ട് മാറ്റുക ഉള്ളി. ഇങ്ങനെ വണ്ടി കിടന്ന് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഓടിച്ച് വർക്കല. ഇല്ല, ഞാൻ ഓടിച്ചോളാം. ഞാൻ ഓടിച്ചോളാം. വേണ്ട വേണ്ട, എൻ്റെ ഉറങ്ങിക്കോ. ഉറക്കം ഞാൻ ഓട്ടത്തിൽ അഡ്ജസ്റ്റ് ചെയ്തോളാം. വേണ്ട. അപ്പൊ എന്തായാലും നമുക്കിനി അടുത്തത് മാരാരിക്കുളം. ബഡ്ജറ്റ് ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഓടെ പോണേരും ഞാൻ അതിസാഹസികമായിട്ട് തിരിച്ചെടുത്ത് വീണതിന് മുമ്പ് അതിസാഹസികമായിട്ട് ഞാൻ തിരിച്ചെടുത്ത് എന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യർ മൈക്ക് സാമ്പാറിനകത്ത് ഇട്ടേക്കണേ. കിട്ടാലോ? ഞാൻ എന്തെങ്കിലും മേടിച്ചു. ഇനി ഇടയ്ക്ക് സ്റ്റോപ്പില്ല. പിള്ളേരെ പിക്നിക് ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ ആലുവയിൽ ഇറക്കാം. അതെ, സാമ്പാറുള്ള മൈക്ക് ജിജിക്ക് കൊടുക്കണ്ട കേട്ടോ. ഇതിന് മണം അടിച്ച് വിശക്കുമെന്ന് പറയും. മൈക്ക് ചെക്കിങ് വലിച്ചെടുക്കുക. ഹലോ ചെക്ക്. ഹലോ കേൾക്കാനുണ്ടോ? മൈക്കിന് കുഴപ്പം വന്നാൽ തീർന്നു കേട്ടോ. പിന്നെയും ബഡ്ജറ്റ് കയറി. വലിക്ക്.